തനിക്ക് എന്താണോ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിക്കാതിരിക്കാ സാറ് പറഞ്ഞിട്ടാ ഞാൻ അറിവിനോട് സംസാരിച്ചതും അവനെ കൊണ്ട് അന്നാ കുറ്റം സമ്മതിപ്പിച്ചതും. എടോ, അതൊക്കെ കഴിഞ്ഞില്ലേ? ആ കേസ് റെക്കോർഡ് വേഗത്തിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തിയതിന് പോലീസ് ടീമിന് മുഴുവൻ റിവാർഡും പ്രൊമോഷനും രാഷ്ട്രപതിയുടെ മെഡൽ ഉൾപ്പെടെയുള്ള എല്ലാ ബഹുമതികളും ലഭിച്ചതാണ്. പക്ഷെ ഒരു നിരപരാധി തൂക്കുകയർ കാത്ത് നിൽക്കും സാർ. എനിക്ക് സാറിനൊക്കെ വ്യക്തമായി ബോധ്യമുണ്ട് അവൻ നിരപരാധിയാണ്. അവന്റെ വിധി. ആ കേസ് അന്വേഷണം നമുക്ക് ആവശ്യം കുറ്റവാളികളെ ആയിരുന്നില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ നമ്മൾ കുറ്റവാളിയാക്കുകയായിരുന്നു. ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്ന് ആരൊക്കെയോ തയ്യാറാക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് നമ്മൾ കരിക്കൽ നീക്കുകയായിരുന്നു. 1000-ലേറെ തെളിവുകൾ, ആയിരക്കണക്കിന് സാക്ഷികൾ, ഇത്തരം പ്രമാദമായ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രതികൾക്കൊപ്പം ചിലരൊക്കെ പെടും. പെട്ടതല്ല സാർ, ഇത് നമ്മൾ പെടുത്തിയതാ. അറസ്റ്റ് ചെയ്യുമ്പോ വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ചെക്കൻ 4-ാം തരം 3-ാം മുറകളിലൂടെ ആ ശരീരത്തെ നമ്മൾ ഉഴുതു മറിക്കുകയായിരുന്നു. ബുദ്ധി കൊണ്ടല്ല സാർ, കൈക്കരുത്തും തന്ത്രവുമായിരുന്നു നമ്മുടെ ആയുധം. ബോംബെന്ന് കേട്ടാൽ പേടിക്കുന്ന ഒരു കൊച്ചു കുട്ടി ബെൽറ്റ് ബോംബ് ഉണ്ടാക്കിയെന്ന് ആ മൊഴികൾ മുഴുവൻ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. അല്ലെന്ന് പറയാൻ സാറിന് കഴിയുമോ? നിരപരാധിയായി ഒരുത്തൻ തൂക്കുകയർ കാത്തു നിൽക്കുമ്പോ തുടർന്ന് ഈ ജോലി ചെയ്ത് ശമ്പളം പറ്റി കുടുംബം പോറ്റുന്നത് മര്യാദകേടാണെന്ന് എന്റെ മനസ്സാക്ഷി പറയുന്നു. എന്റെ രാജിക്കത്ത് ഓ പോലീസുകാരൻ മനുഷ്യനാവാൻ പാടില്ലല്ലോ, അവന് മനസ്സാക്ഷി പാടില്ലല്ലോ എന്നൊക്കെ സാറിനെ പോലുള്ള ഉയർന്ന IPS ഉദ്യോഗസ്ഥർ വാദിക്കും. പക്ഷേ ഞാൻ പാവം, എനിക്കെന്റെ മനസ്സാക്ഷിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല സാർ. വെല്ലൂർ സെൻട്രൽ ജയിലിൽ ചെന്ന് പേരറിവിനെ കണ്ട് അവന്റെ കാല് തൊട്ട് മാപ്പ് പറഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. സഹപ്രവർത്തകരെ മുഴുവൻ നാണം കെടുത്തുമോ താൻ? ഇതിന്റെ പേര് പശ്ചാത്താപമെന്നാ സാറേ. അറിവിന്റെ തൂക്കുതലിനെതിരെ ഞാൻ കോടതിയിൽ പോകും. പൊതുമക്കളോടും പത്രമാധ്യമങ്ങളോടും ഞാൻ സത്യം പറയും, മാപ്പ് പറയും. രാജീവ് ഗാന്ധി വധക്കേസ് അന്വേഷണത്തിന് കിട്ടിയ റിവാർഡും അവാർഡും ഒക്കെ ഞാൻ തിരിച്ചു നൽകും. എന്നെ രാജി സ്വീകരിക്കണം. സർവീസ് തുടരാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. ഇത് എന്റെ നീതിബോധം. ശരീരത്ത് നിന്ന് പോലീസുകാരനെന്ന ഭാരം ഞാൻ ഊരിവെക്കുന്നു. പേരറിവിന് സന്ദർശകരുണ്ട്. സൗഖ്യമാ? സൗഖ്യം. പിന്നെ சொல்லடா, பொண்டாட்டியும் குழந்தைகளுக்கு சௌக்கியம் இருக்கா? எல்லாரும் நல்லா இருக்கு. പക്ഷെ நீ மட்டும். ഞാൻ കെട്ടവനടാ, പാവി. ஏய், அப்படின்னு சொல்லக்கூடாது. ഞങ്ങൾക്ക് தெரியும். இப்ப இந்த ஊர்ல ஜனங்களுக்கு முழுவன் தெரியும். സേലോപ്പടി പെരിയ ടൗണായിരിക്കാം. ലോകം മാറുന്നൊന്നും ഈ ജയിലിന്റെ ഇരുട്ടുമുറി കഴിയുന്നവൻ അറിയില്ല. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവസാന ആഗ്രഹം എന്താണെന്നൊരു ചോദ്യമുണ്ട്. തമിഴ്നാട് മുഴുവനൊന്ന് ചുറ്റിപ്പാക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുമോ? ഇഷ്ടപ്പെട്ട ഭക്ഷണം, മരണത്തിനു മുമ്പ് മരിക്കുന്നവൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ സാധിച്ചു തരും. നീ മരിക്കില്ലടാ. പ്രസിഡന്റ് അടുത്ത് ദയാഹർജി കൊടുത്തിരിക്കുകയല്ലേ. കണ്ടിപ്പാ നിന്നെ പ്രസിഡന്റ് വെളിയിൽ വിടും. അദ്ദേഹം മലയാളി, KR നാരായണൻ. കുടിലിൽ ജനിച്ച സാധാരണ മനിതൻ, പഠിച്ചു പെരിയ ആളായി. മലയാളി തമിഴിനോട് ദയ കാട്ടാതിരിക്കുവോ? അവരുടെ ലീഡർ കൊന്നതിനാടാ എനിക്ക് തൂക്കിദണ്ഡന കിട്ടിയത്. നീ കൊന്നിട്ടില്ലടാ. ഈ വീട്ടിൽ പോയി പോയി. അമ്മ ഇന്ന് വന്നിട്ടില്ലേ? പാവം. ജയിലിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അമ്മ ഒരുപാട് കേസ് കൊടുത്തിട്ടാ ഇപ്പോൾ ഈ സെല്ലിനുള്ളിൽ നമുക്ക് ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്. വല്ലപ്പോഴും കാണാൻ വന്നിട്ട് ശുപ്പാണ്ടി അണ്ണ നീ ഇങ്ങനെ ഗ്ലൂമി ആയി നിന്നാലോ? അണ്ണ ഒരു കോമഡി പറയണ്ട, ഒരു തമാശ. നീ നിരപരാധിയടാ.
നീ വെളിയിൽ വരും. എനിക്കിവിടെ വന്ന് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ പേരറിവേ തമ്പി, നീ നിരപരാധിയടാ. കൊടിയ പാവികൾ ഉനക്ക് തൂക്കുതണ്ടന വിധിച്ചിരിക്കും. പെണ്ടാട്ടിയോടും മക്കളോടുമൊക്കെ എൻ്റെ അന്വേഷണം പറയണം. ബന്ധുക്കളോടൊക്കെ അറിവ് നന്നായിരിക്കണമെന്ന് പറയണം. അതാ നിനക്ക് ഞാവത വിരിക്ക. നീ രണ്ടുപാട്ടി ആഞ്ജനേയ കോവിലെ കിണറ്റിൽ വീണത്. പേരറിവേ വരട്ടുമാ. നിനക്കൊരു സന്ദർശകരുണ്ട്, സെങ്കൊടി. കൊഞ്ചി കൊഞ്ചി പേശിവ നെഞ്ചം കിള്ളി പാടിവ അഞ്ചാമലൻ കൂടെവാ കാതിൽ കവിതൈ ആടിവാ എൻ കനവിൽ നീ താനേ എൻ വാഴ്വിൽ നീ താനേ കടവുൾ നമ്മിതയത്തെ ചേർത്തു வைத்தாயே. പേരറിവേ ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ഇവിടെ എന്നെ കാണാൻ വരരുതെന്ന്. എൻ്റെ സങ്കടങ്ങളെ എണ്ണയിലിട്ട് നീറ്റ നീ പോയി കഴിയുമ്പോ മുത്തേ എനിക്ക് ഉറങ്ങാനൊക്കില്ല. എത്രയോ വർഷമായി അറിവേ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തിന്? എന്റെ ജീവിതം ഇരുമ്പഴിക്കുള്ളിൽ തലയ്ക്കപ്പെട്ടതാ. തൂക്കുകയറിന് മുന്നേ നിൽക്കുക ഞാൻ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നീ എന്തിനു വെറുതെ കാത്തിരിക്കണം? ഞാൻ നിന്റെ പെണ്ണടാ. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാ. ഞാൻ നിന്റെ കാതലി. ചെങ്കുടി, ഓ, നീ ഇപ്പോ കോവലി പൂ വിൽക്കാറുണ്ടോ? എന്റെ കനവുകളെല്ലാം വാടിപ്പോയടാ. പിന്നെങ്ങനെ? പിന്നെ നീ എന്ത് വേല ചെയ്യണം? നിന്റെ അമ്മാവെ നോക്കി നിന്റെ വീട്ടിൽ നീ കിടന്ന മുറിയിൽ അറിവേ ആ മുറിക്ക് ഇപ്പോഴും നിന്റെ മണമുണ്ട്. ഓടി, നിനക്ക് പൈത്യോ? വേറെ കല്യാണം കഴിച്ച് ജീവിക്കേണ്ടതിന് പകരം വെറുതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ചങ്കിലരിയുന്ന നെരിപ്പോടിന്റെ പേരാ പെണ്ണെ ചെങ്കൊടി. എനിക്കുറപ്പാ തരും നീ നിരപരാധിയെന്ന്. പ്രസിഡന്റിൽ നിന്ന് നിനക്ക് ദയ കിട്ടുമോ? കിട്ടണം അറിവേ. കൈവെള്ളയിൽ കർപ്പൂരം കത്തിക്കുമ്പോൾ എനിക്കിപ്പോ പൊള്ളാറില്ല. പഴക്കം, ശീലം, കടവുളിന്റെ മനസ്സ് പോലെ എൻ്റെ കൈവെള്ളയും കല്ലായി. നിനക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഇതിനൊക്കെ അപ്പുറം നീ എന്ത് ചെയ്യാൻ? തമിഴ് പൊതുമക്കൾ നിന്നോടൊപ്പമുണ്ടെന്ന് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. എൻ്റെ അപ്പ മല്ലിപ്പൂ തെരുവിലെ പെരിയ കമ്മ്യൂണിസ്റ്റടാ. എന്നുടെ രക്തം അത് താൻ. നീ നോക്കിക്കോ, ഒരു നാൾ എല്ലാവരും പറയും സെങ്കൊടി അവൾ പൂക്കാരിയല്ല, നിരപരാധികളുടെ ഉയിര് കാപ്പാൻ പൊരുതിയ പെണ്ണെന്ന്. നിനക്ക് വേണ്ടി ഉയിര് തരുവടാ ഞാൻ. ബോധം പെണ്ണെ, ഈ ഉശിര് ബോധം. അറിവേ ആ കൈയൊന്ന് നീട്ടുവോ? ഒരു ഉമ്മ തരാനാടാ. പ്ലീസ് അടാ. നമുക്കിതേ വിധിച്ചിട്ടുള്ളൂ. സമയം കഴിഞ്ഞു. പ്ലീസ് സാർ, ഞാൻ പേരറിവിട തൂക്കാരനെ കീഴ നിൽക്കുന്നവൻ. സമയത്തെ പറ്റി പറഞ്ഞാൽ പേടിപ്പിക്കാതെ.
ഇത് ഞങ്ങളുടെ വേല പേരറിവ്. തെരിയും തെരിയും തെരിയും. കൊഞ്ചം നില്ല് ഒരു നിമിഷം പ്ലീസ്. നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർക്കാൻ, നമ്മുടെ ആഞ്ജനേയ കോവിൽ ഓർത്തെടുക്കാൻ, നമ്മുടെ സ്നേഹത്തിന്റെ പൂക്കാലം ഓർക്കാൻ ഒന്ന് വിളിക്കടി. മാലേ, പൂമാലേ, മുല്ലമാലേ. മാലേ, മുല്ലമാലേ, പൂമാലേ, മാലേ.